വിനീതിനെ സഹായിച്ച് നമ്മുടെ ഗംഗ അങ്ങനെ ഈ പുഴയും കടന്നിലണമെങ്കിൽ ഭാസ്കരൻ്റെ അമ്മ അത്യാഹിത വിഭാഗത്തിൽ കിടക്കുകയാണല്ലോ. ആൾക്ക് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണം, 3.5 ലക്ഷം രൂപ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പൊട്ടിക്കരയുന്നുണ്ട്. ഇതേ സമയം തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ വിനീതാണെങ്കിൽ എങ്ങനെയെങ്കിലും അതിന് പ്രായശ്ചിത്തം ചെയ്യണം, സഹായിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അമ്മയോട് പറയുന്നുണ്ട്. അമ്മേ, ഭാസ്കരേട്ടൻ്റെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ് പണവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ട് അമ്മ അവരെ സഹായിക്കണം. അമ്മയുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. 3.5 ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് എന്ന് പറയുന്നു. അത് കേട്ട അമ്മയാണെങ്കിൽ തൻ്റെ കയ്യിലുള്ള ബാങ്കിലുള്ള പണവും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അമ്മ പറയുന്നുണ്ട്, മോനെ, 3.5 ലക്ഷം രൂപയും കാര്യങ്ങളൊന്നും തീർച്ചയായിട്ടും അമ്മയുടെ കയ്യിലില്ല, കുറച്ച് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മയാണെങ്കിൽ ഇനി എന്ത് ചെയ്യൂടാ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗംഗ വിനീതിനെ സഹായിക്കുന്നുണ്ട്. വിനീതേട്ടാ, ഇന്നാ ഇത് വെച്ചോളൂ, ഇത് എൻ്റെ അച്ഛൻ എനിക്ക് തന്ന എൻ്റെ അച്ഛൻ്റെ ഓർമ്മയായ മാലയാണ്. ഇത് ആര് ചോദിച്ചിട്ടും ഒരാവശ്യത്തിനും ഞാൻ ഇതുവരെയും കൊടുത്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് കൊടുക്കാതെ വഴിയും കാര്യങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ വിനീതേട്ടൻ ഇതുകൊണ്ട് പണയം വെച്ചതിന് ശേഷം ഭാസ്കരേട്ടൻ്റെ അമ്മയെ രക്ഷിക്കുക, അതിനുശേഷം ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് പറയുന്നു. പിന്നീട് എനിക്കിതെടുത്ത് തന്നാൽ മതി എന്ന് പറയുന്നു. ഒരാവശ്യത്തിന് ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താണ് പ്രയോജനമെന്നും നമ്മുടെ ഗംഗ വിനീതിനോട് പറയുന്നു. ഇതേ സമയം വിനീത് ഗംഗയോട് ചോദിക്കുന്നുണ്ട്, ഗംഗേ, ഇത് നീ മനസ്സ് അറിഞ്ഞാണോ തരുന്നത്, അതോ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നറിഞ്ഞപ്പോൾ തരുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും കരുതണ്ട വിനീതേട്ട, എനിക്ക് വിനീതേട്ടനെ സഹായിക്കാനല്ലേ കഴിയുള്ളൂ. എനിക്ക് വിനീതേട്ടനല്ലാതെ പിന്നെ ആരാ ഉള്ളത് എന്ന് ചോദിക്കുന്നു. എനിക്ക് വിനീതേട്ടനെ ഇഷ്ടമാണ്. ഈ സന്ദർഭത്തിൽ വിനീതേട്ടൻ താഴ്ത്താനായിട്ട് പാടില്ല. അമ്മ ഇത് പണയം വെച്ച് ആവശ്യമുള്ള കാശ് വാങ്ങി ഭാസ്കരേട്ടൻ്റെ അമ്മയുടെ ആവശ്യത്തിന് പൈസ കൊടുക്കാനായിട്ട് നോക്ക്, വിനീതേട്ടനും ചെല്ല് എന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചെന്ന് ഭാസ്കരന് വേണ്ട പണമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ഗംഗയാണ് സഹായിച്ചതെന്ന് ഭാസ്കരൻ തിരിച്ചറിയുമ്പോൾ ഒരുപാട് ഭാസ്കരൻ മാറുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രേക്ഷകരെ.